2 ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു 2 കുട്ടികളുടെ മരണവാർത്ത. ശരിക്കും പറഞ്ഞാൽ ഒരു ആക്സിഡന്റ് പോലെയാണ് തോന്നിയത്. പിന്നാലെയാണ് ഈ കുട്ടികളുടെ പ്രായം എല്ലാവരും മുന്നിൽ കണ്ടത്. എറണാകുളത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടി. എൻട്രൻസിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടിയാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നതെന്ന് ഏറെ ദുഃഖിപ്പിക്കുന്ന കാര്യമായി മാറുന്നു. എല്ലാവരും ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു എത്തുകയാണ്. സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഏറ്റെടുക്കുന്നത്. പെരുമ്പാവൂരിലാണ് അപകടം നടന്നത്. പുല്ലുവഴിയിൽ വാഹനാപകടത്തിൽ 2 പേരാണ് മരിച്ചത്. 21 വയസ്സുകാരൻ മുഹമ്മദ് ഇജാസും 19 വയസ്സുകാരി ഫിയാണോ ജോസുമാണ് മരിച്ചത്. ഫിയാണോ ഇവിടെയല്ല താമസം. എൻട്രൻസ് പഠിക്കാനാണ് ഇവിടെ എത്തിയത്. ബൈക്ക് യാത്രക്കാരനായ എറണാകുളം കല്ലൂർ സ്വദേശി മുഹമ്മദ് ഇജാസ് തൽക്ഷണം തന്നെ മരിക്കുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഫിയോണയെയും രക്ഷിക്കാനായില്ല എന്നാണ് ദൃക്സാക്ഷികൾ ഉൾപ്പെടെ പറയുന്നത്. ഇരുവരും സഞ്ചരിച്ചിരുന്ന ബൈക്ക് എതിരെ വന്ന ലോറിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു എന്ന് ദൃക്സാക്ഷികളുടെ പ്രധാന മൊഴി. യുവാവ് സംഭവ സ്ഥലത്ത് വെച്ചും പെൺകുട്ടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയുമായിരുന്നു അന്തരിച്ചത്. ഉച്ച കഴിഞ്ഞ് 2:15 ഈ സംഭവം നടന്നത്. സംസ്ഥാനത്ത് അപകടത്തിൽ 4 പേരാണ് അതേ ദിവസം മരിച്ചത്. സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നത്. ഇരുവരും എൻട്രൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം മുതൽക്ക് തന്നെ ഒരുമിച്ച് അറിയുന്ന സുഹൃത്തുക്കളാണ്. ലിയോണക്കും ഇജാസിനും ഒരുപോലെയുള്ള സുഹൃത്തുക്കൾ വേറെയും ഉണ്ടായിരുന്നു. 2 പേർക്കും സുപരിചിതരായവരുടെ ഫുട്ബോൾ കളി കാണാനായി പാലക്കാട്ടേക്ക് പോകുന്ന വഴിയിലായിരുന്നു ഈ അപകടം സംഭവിച്ചത്. ജോസ് ഗിഗ്രിയുടെയും ജസ്റ്റിയുടെയും മകളായ ഫിയോണ എറണാകുളത്ത് എൻട്രൻസ് പരിശീലന കേന്ദ്രത്തിലെ വിദ്യാർത്ഥിനിയാണ്. കുഴിവേലപ്പടിയിലെ KME കോളേജിലെ വിദ്യാർത്ഥിയാണ് മുഹമ്മദ് ഇജാസ്. മുഹമ്മദ് ഇജാസിന്റെ സുഹൃത്തുക്കൾ പങ്കെടുക്കുന്ന ടൂർണമെന്റ് കാണാൻ പാലക്കാട്ടേക്ക് പോകുന്നു എന്നാണ് സുഹൃത്തുക്കളോട് ഇരുവരും പറഞ്ഞിരുന്നത്. അപകടം സംഭവിച്ചത് പോലീസ് അറിയുന്നത് ഇതേ സന്ദർഭത്തിൽ തന്നെയാണ്. പെരുമ്പാവൂർ ഭാഗത്തേക്ക് അതിവേഗത്തിൽ പോകുന്ന ബൈക്കാണ് ലോറിയിലേക്ക് ഇടിച്ചു കയറിയത്. അത്രയും സ്പീഡായിരുന്നു ബൈക്കിനുള്ളതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. നാടിനെ തന്നെ നടുക്കിയ ഒരു അപകടമായിരുന്നു ഇത്. അപകടത്തെ തുടർന്ന് ഇജാസ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുകയായിരുന്നു എന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ഫിയോണയെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇരുവരും ഏറെ നാളായി സൗഹൃദത്തിൽ ഉള്ളവരായിരുന്നു. ഇവരുടെ സൗഹൃദത്തെക്കുറിച്ച് ഇവരുടെ സുഹൃത്തുക്കൾക്കും അറിയാമായിരുന്നു.